സർ, രണ്ടാം പിണറായി സർക്കാർ 4 വർഷം കൊണ്ട് PSC വഴി നൽകിയ നിയമനങ്ങളുടെ എണ്ണം 1,45,586 ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ 9 വർഷക്കാലം നിയമന ശുപാർശ നൽകിയത് 3 ലക്ഷത്തിലധികം പേർക്കാണ്. സർ, ഇന്ത്യയിലെ ആകെ PSC നിയമനങ്ങളുടെ കണക്കെടുത്താൽ 60% കേരളത്തിലാണ് നടക്കുന്നത്. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ കേരളത്തിൽ സൃഷ്ടിച്ച പുതിയ തസ്തികകളുടെ എണ്ണം 32,000 സർ. സർ, സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആകെ 2,374 കോടി രൂപ വരുന്ന 13 ലക്ഷത്തോളം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്തത്. സർ, മെഡിസെപ്പ് 1.0യുടെ പ്രവർത്തനം പരിശോധിച്ചും ഉയർന്നു വന്ന പരാതികൾ പരമാവധി പരിഹരിച്ചും തയ്യാറാക്കിയിട്ടുള്ള മെഡിസെപ്പ് 2.0 സർക്കാർ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുകയാണ്. സർ, മുകളിൽ സൂചിപ്പിച്ച ഈ നേട്ടങ്ങൾക്ക് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശരിയായ വികസന കാഴ്ചപ്പാട്. 2, ജനങ്ങളിൽ നിന്ന് കൂടി സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് LDF പ്രകടന പദ്ധതി പുറത്തിറക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാനമൊട്ടാകെ പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനത്തിൻ്റെ പൊതു അഭിപ്രായം സമാഹരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അന്തിമമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും തിരികെ ജനങ്ങൾക്ക് സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും വ്യതിയാനം ഉണ്ടാകുന്നില്ല. സർ, സർക്കാരിൻ്റെ തുടർച്ച മൂലം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞ വികസനക്ഷേമ കാര്യങ്ങൾ 10 വർഷം തുടർച്ചയായി സർക്കാരിന് നേതൃത്വം നൽകിയത് വഴി കേരളത്തിൻ്റെ ഭാവികാല വികസനത്തിന് ശക്തമായ അടിത്തറയിടാൻ 1-2 പിണറായി സർക്കാർക്ക് കഴിഞ്ഞു. സർ, വൻകിട വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നവകേരളത്തിന് വേണ്ടി സമഗ്രമായ വികസന സമീപനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അടുത്ത 2 പതിറ്റാണ്ടിലേക്കുള്ള കേരള വികസനത്തിന് അടിത്തറയിടാൻ 10 വർഷം നീണ്ട LDF ഭരണത്തിന് സാധിച്ചു. ഇത് ചെറിയ നേട്ടമല്ല. ലോകത്തിനൊപ്പം കേരളത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്നും നാം തെളിയിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിൻ്റെ വ്യവസായ തൊഴിൽ രംഗങ്ങളെ ആധുനീകരിച്ച് അതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നാം വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു.